ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറിവേടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മള് ഇവിടെ ഉണ്ടാക്കുന്നത് പുട്ടിനൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. കടലക്കറി എല്ലാ വീട്ടിലും എല്ലാവരും എല്ലാ കാലത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ജ്യോതിസ് കറിവേൾഡിന്റെ കടലക്കറിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള കടലക്കറിയാണ്. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ പ്രോട്ടീൻ കടലക്കറിയാണ്. ഒറ്റ ലേശം എണ്ണ നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോ എണ്ണ ഇല്ലാതെ എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി, അതും 5 മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറിയാണ്. വറവോ പൊരിക്കലോ തക്കാളിയോ ഒന്നുമില്ലാത്ത ഒരു കടലക്കറി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റ് അപാരമായിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. അപ്പൊ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം വേണ്ടത് നമ്മുടെ കടല തന്നെയാണ്. ഈ കടല ഓവർനൈറ്റ് കുതിർത്തിയ കടലയാണ്. കടലയുടെ വെള്ളം തന്നെ നമ്മൾ നന്നായിട്ട് കടല കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചാൽ ആ കടലയുടെ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേവിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ കടലയുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കടലയുടെ വെള്ളത്തിൽ തന്നെ വേവിച്ചോട്ടോ, അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് നാളികേരം, തേങ്ങ, പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മതി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി വന്നിട്ട് എരിയില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് ആവശ്യമുള്ളൂ. പിന്നെ ഇഞ്ചി വേണം, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല. ഇത്രയും സാധനങ്ങളാണ് ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കറി. കടല ആദ്യം നമ്മള് കുക്കറിലിടണം, വിസിലടിക്കണം. അപ്പൊ ഞാനും അത് തന്നെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യം കുക്കർ ഇട്ടു, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം, ഈ കടല മൂടി കിടക്കുന്ന ഇത്രയും വെള്ളം മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാളയില്ലേ, ഈ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോ ഗ്യാസൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ കടലക്കറി പൊരിക്കാറ് കഴിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇടുക. കടല വേവാൻ എത്ര ഉപ്പ് വേണം നോക്കിയിട്ട് ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടയ്ക്കുക. ഇത് കുറേ നേരം വെള്ളത്തിലിട്ട കടലയായതുകൊണ്ട് ഞാനൊരു 3 വിസില് അടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. ഗ്യാസ് വെക്കണു, കുക്കർ വെക്കണു, 3 വിസിൽ വരട്ടെ. അതിന് ശേഷം ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളെ കടല വന്നു. അപ്പൊ ആ കടലേനെ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കടല. ഇനി നമ്മള് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ ഈ നാളികേരത്തിന്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ച് എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളിതാ അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചു അതിൽ തന്നെ ആ മിക്സിയില് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് എടുത്തതാണ് കേട്ടോ അത്. ഇനിയിപ്പോ നമ്മള് ആ വേറെ പാത്രത്തിലേക്ക് ആക്കിയില്ലേ, ആ കടലിനെ ഇതാ ഗ്യാസിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ഇങ്ങനെ അരിഞ്ഞു പോയിക്കോളും. കടല നന്നായി വെന്തിട്ടുണ്ട്.
നമ്മളത് അടുത്തൊക്കെ വെച്ചു. ഇതിന് നമ്മള് കുറച്ച് കടലെല്ലാം എടുക്കുക. ഇതില് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരയ്ക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം അരച്ചപ്പോൾ അതിന്റെ കൂടെ അരയ്ക്കായിരുന്നു. ഞാൻ വേറെ അരയ്ക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പൊ നമ്മളിതാ ആ കടല എടുത്തിട്ട് പോയില്ലേ, അതിനതാ പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ഈ കടല അരച്ചതും നേരത്തെ നാളികേരം അരച്ചതും തേങ്ങ അരച്ചില്ലേ, അത് രണ്ടും കൂടിയിട്ട് നമ്മൾ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കടല ഇട്ട് കൊടുക്കുക. ഈ കടല ഇങ്ങനെ അരച്ച് നമ്മൾ ഒഴിക്കണത് എന്തിനാന്നെല്ലാം പറയാം. ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുക. ഇതൊന്ന് കളഞ്ഞിട്ട് തിളക്കട്ടെ കേട്ടോ. തള വന്നു, നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഇനി വേറെ പണിയൊന്നുമില്ല, നമ്മൾ വറുത്തിടുള്ള ഒന്നുമില്ല കേട്ടോ. കടുകും മുളകും വറക്കലൊന്നുമില്ല, കരിവേപ്പിൻ്റെയും വറക്കൊന്നുമില്ല. അങ്ങനെ കരിവേപ്പിൻ്റെ എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ കറി. സിമ്പിളായിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? ആ കടല വേണ്ട ടൈം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് സൂപ്പർ ഡെലീഷ്യസ് ടേസ്റ്റി വെറൈറ്റി ജ്യോതിസ് കറി വേൾഡിലെ കടലക്കറി. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊസീജിയറൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒരു തുള്ളി എണ്ണ പോലും നമ്മളിതിൽ തൊടിയിച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിരട്ടക്കൂട്ടാണ്. ചെമ്പ കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചിരട്ടക്കൂട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നാളത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കടലക്കറി ഞാൻ എടുക്കുക. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തന്നെ. എന്നിട്ട് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി ജ്യോതിസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വിലയേറിയ കമന്റുകളൊക്കെ അതിൽ, അഭിപ്രായങ്ങളൊക്കെ അതിൽ പറയാം. അതിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.